ഹലോ. അപ്പം നമ്മൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ക്യാമറ അവിടെ ഓണാക്കുന്നത്. ക്യാമറ ഓണാക്കുന്നത് വെച്ചാൽ നമ്മൾ തേങ്ങ വറുത്ത് പകുതി ആയപ്പോഴാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം വിട്ടു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം ഞാൻ അവിടെ കൊണ്ടുവന്ന് ആക്കിയിട്ടുണ്ടായിരുന്നു. പൊടി ഒന്നിട്ടുണ്ടായിരുന്നില്ല, ബാക്കി സുനാക്ക് ഇടാനുണ്ട്. അപ്പോൾ അത് ജീരകവും സവോളയും വേപ്പിൻ്റെ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. ചെറിയുള്ളി ഉണ്ടായിരുന്നില്ല, ഞാൻ സവോള ഇട്ടിട്ടുണ്ടായിരുന്നു. കനം കുറച്ച് അരിഞ്ഞിട്ട് കൊടുത്തു. പിന്നെ മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി അതൊക്കെ ഇട്ടിട്ട് നല്ലപോലെ നിലക്കി മിക്സ് ചെയ്ത് ഇനി അത് ചൂടാറാൻ മാറ്റി വെക്കണം കേട്ടോ. അങ്ങനെ മിക്സിയിലിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നിച്ചങ്ങ് ആളി കയറും. എനിക്ക് പ്രാവശ്യം അങ്ങനെ പറ്റിയിട്ടുണ്ടായിരുന്നു, ചൂടോട് കൂടിയിട്ടിടാണ്ട്. എനിക്ക് പേടിയായതുകൊണ്ട് ഞാൻ ഇട്ടില്ല. അതവിടെ ചൂടാറാൻ വെക്കുമ്പോഴേക്കും നമുക്ക് വേഗം വെണ്ടക്കയെല്ലാം അരിഞ്ഞ് വെക്കാം കേട്ടോ. കിളുന്ത വെണ്ടക്കാണേ, പക്ഷേ ഇതിൽ മുറിക്കുന്ന കണ്ട് തരുന്നു നല്ല മൂത്ത വെണ്ടയ്ക്കാണ്. കാരണം പഴത്തിന് വരേക്കിലാവുന്ന രീതിയിലുള്ള കത്തിയാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. നമ്മൾ മൂർച്ചയാക്കുന്ന കല്ല്, ഞാൻ ഇരിക്കുന്ന ആ കല്ലുവരലുണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് മിൻസായിപ്പോയി. അതിപ്പോൾ വർഷങ്ങളായിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ അതിലാണ് ഉരയ്ക്കാറുള്ളത്. പക്ഷേ അതിൻ്റെ എല്ലാ വക്കും ഭയങ്കരമായിട്ട് മിൻസായിട്ടാണ്, കത്തിയൊന്നും മുറിച്ചാവുന്നില്ല. ഏറ്റവും കൂടുതൽ ഞാൻ അതാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ദേ വെണ്ടയ്ക്കും വേഗം അരിഞ്ഞ് വെച്ച് അപ്പോഴേക്കും അത് ചൂടാറിയിട്ടുണ്ടായിട്ട്. അപ്പോൾ വേഗം അത് മിക്സിയിലിട്ട് അടിച്ച് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടെൻഷൻ വേണ്ട. കറണ്ട് പോയാലും പിന്നെ നമുക്ക് ഇനി അരയ്ക്കാനൊന്നും ഇല്ലല്ലോ. അപ്പോൾ അത് വേഗം അടിച്ച് വെക്കാൻ കേട്ടോ. ചിലർ പറയും വെള്ളം ഒഴിക്കാതെ തന്നെ അടിച്ചെടുക്കണം. ഞാൻ അങ്ങനെ ഒരു തവണ നോക്കിയിട്ട് എനിക്ക് നല്ലപോലെ ഒന്നും അറിഞ്ഞ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ ഈ വറുത്തരച്ച് വെക്കാൻ പഠിച്ച എൻ്റെ ഫോണിൽ നോക്കിയിട്ടാണ്. അതിലൊക്കെ നോക്കുമ്പോൾ വെള്ളം ഒഴിക്കാതെ അടിക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെ നോക്കിയിട്ടൊന്നും അങ്ങനെ ആയിട്ടില്ല. എണ്ണ തെളിഞ്ഞ് വരുന്നതെന്നൊക്കെ പറയേണ്ട, അതൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. അവിടെ ഞാൻ വെള്ളം ഒഴിച്ചാണ് അരിക്കാറ്. അപ്പോൾ പുളി വേഗം കുതിർത്തി വെക്കുകയാണ്. ഇത് എന്നിട്ട് ആലുവായിൽ നിന്ന് സഫാനയുടെയൊക്കെ കൂട്ടുകാരി വന്നപ്പോൾ അവിടെ കൊണ്ട് കൊടുത്താട്ടോ. അപ്പോൾ അവിടെ പോകുമ്പോൾ ഇത്താനായിട്ട് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ വാരിക്കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വരുവേ. ഇത്ത അബദ്ധത്തിൽ അത് വേണോ ചോദിക്കും. ഞാൻ കണ്ണും പൂട്ടി വേഗം ആന്ന് പറയും. ഒന്നും ഇല്ലയെന്ന് ഞാൻ പറയുന്ന പരിപാടിയില്ല. അപ്പോൾ അത് പുളിയൊക്കെ നല്ല കുരുവെല്ലാം കളഞ്ഞ് ഒരു കല്ലുപ്പൊക്കെ ഇട്ട് ആക്കിയെടുത്ത പുളിയാണ് കേട്ടോ. നല്ല എന്താ പറയുക, ഒരു ഇച്ചിരി എടുത്താലും നല്ല പുളിയുണ്ട്. കറുത്ത കളറിലേക്ക് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും പുളി കൂടുതലാണ്. അപ്പോൾ അതും അവിടെ ആക്കി വെച്ചിട്ട് ഞാൻ ചെറുള്ളിക്ക് പകരം സവോള ഇട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അത് നൈസായിട്ട് നല്ലപോലെ അരിഞ്ഞെടുത്തു. കുഞ്ഞ് സവോളയാണ് അത് നല്ലപോലെ ആക്കി നമ്മൾ മൺചട്ടിയിലാണ് വെക്കുന്നത്. വിറകടുപ്പയിലാണ്, ഞാൻ പറഞ്ഞില്ലേ വിറകടുപ്പിലാണ് ഇപ്പോൾ ഈ അടുത്ത കാലത്തൊക്കെ ആയിട്ട് ഗ്യാസിന് വില കൂടിയപ്പോൾ നമ്മൾ വിറകടുപ്പയിലെല്ലാം വെക്കുന്നത്. പക്ഷേ എല്ലാം പെട്ടെന്ന് ചോറും കറിയൊക്കെ പെട്ടെന്നാവുന്നുണ്ട്. കഞ്ഞിക്ക് വെള്ളം ആദ്യം ഇട്ട് വെച്ചിട്ടുണ്ടായി. അപ്പോൾ അരി ഇടുന്നതിന് മുന്നേ വേഗം കറിയെല്ലാം ആക്കി കഴിഞ്ഞാൽ പിന്നെ സമാധാനം ഉണ്ടല്ലോ. അതുകൊണ്ട് വേഗം കഞ്ഞിയുടെ വെള്ളം ഇറക്കി വെച്ചിട്ടാണ് കറിക്കൊക്കെ വേഗം ആക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നലെ ഞാൻ ഉപ്പേരിക്കൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായി. ഇന്നലെ വെക്കാൻ വേണ്ടിയാണ് ആക്കി. പിന്നെ ഓർത്ത് രാവിലെ തന്നെ അതാക്കാൻ ഓർത്ത് അരിഞ്ഞ് ഞാൻ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇറക്കിയ പാടെ അതും കൂടെ അടുപ്പേ വെക്കാണ്ട്. അപ്പോൾ പുളി നല്ല കട്ടിക്കാട്ടോ പുളിയുടെ ചാറ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് വേഗം വഴറ്റിയെടുത്ത് ഉപ്പൊക്കെ ഇട്ട് വഴറ്റിയിട്ടാണ് കേട്ടോ. അപ്പം നമ്മൾ അരച്ചെടുത്ത് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. സാധാരണ നമ്മൾ വീഡിയോയ്ക്കകത്ത് കാണുമ്പോൾ വേറെ കളറിലാട്ടോ കിട്ടുന്നത്. ശരിക്കും ഈ കളറല്ല, ഇച്ചിരി കൂടെ വേറൊരു കട്ടിക്കുള്ള കളറാട്ടോ. വെണ്ടക്ക ആയതുകൊണ്ട് പെട്ടെന്നായിട്ടുണ്ട്, ഒരുപാട് താമസം ഉണ്ടായിരുന്നില്ല. ഒന്ന് ഉപ്പിട്ട് ഒന്ന് അടച്ച് വെച്ചപ്പോഴേക്കും 10 മിനിറ്റ് പോലും വേണ്ടി വന്നില്ല. നല്ലപോലെ കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ അരപ്പെല്ലാം ചേർക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഗ്യാസ് തീർന്നാൽ എനിക്ക് അങ്ങനെ ടെൻഷനൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇപ്പോഴല്ല, പണ്ട് തൊട്ടേ ടെൻഷൻ ഉണ്ടാവില്ല. കാരണം ഇവിടെ വന്നേ പിന്നെ കേട്ടോ ഞാൻ ഗ്യാസ് ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഞങ്ങളവിടെ വീട്ടിലെ ചില വിറകടുപ്പാണ്. നല്ല രസമായിരുന്നു. കാരണം ഞങ്ങൾ ഇഷ്ടത്തിന് ഞങ്ങൾ മുറ്റത്തൊക്കെ ഷെഡൊക്കെ കെട്ടി അങ്ങനെയൊക്കെ ഉണ്ടാക്കുമായിരുന്നു. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ വിറകടുപ്പാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഗ്യാസ് തീർന്നാൽ എനിക്ക് അങ്ങനെ ടെൻഷനേ ഇല്ല. കാരണം വിറകുണ്ടെങ്കിൽ പിന്നെ പേടിക്കണ്ടല്ലോ. പറഞ്ഞു പറഞ്ഞതേ നമ്മളെ കറിയൊക്കെ അവിടെ സെറ്റ് ആയാലും കുറുകി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി അത് കുറച്ച് നേരം അങ്ങനെ ഇരുന്ന് ആവിയൊക്കെ ആയിക്കഴിഞ്ഞാൽ നല്ലതായിട്ട് പുളി ഉപ്പൊക്കെ എണ്ണയൊക്കെ പിടിച്ച് നല്ല രസം ഉണ്ടാവും കേട്ടോ. സാധാരണ രണ്ടാമത് ആരും തൂമ്പിക്കാറില്ലേക്ക്, ആ കൂട്ടത്തിൽ കടുക് ഇട്ടാക്കണം. പക്ഷേ ഞാൻ സെപ്പറേറ്റ് തൂമ്പിച്ചാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഉപ്പേരിയും കൂടെ അടുപ്പത്ത് കേൾക്കണം. ആ തീ ആവുന്നതിന് മുന്നേ കഞ്ഞിക്ക് വെള്ളം ഇട്ടിട്ടുള്ളൂ, അരി ഇട്ടിട്ടില്ല. അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് ആയിക്കഴിഞ്ഞാൽ നമുക്ക് കഞ്ഞി ഇട്ടിട്ട് അകത്തോട്ട് കയറി പോകാൻ പറ്റുള്ളൂ. ബാക്കിയെല്ലാം ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ കിടന്ന് വെന്തോളല്ലോ. അപ്പോൾ ഉപ്പേരിയും കൂടെ വേഗം ആക്കി ഞാൻ ആക്കിയാണ്. ക്യാരറ്റും പയറും കൂടെയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രോഡക്റ്റ് സെയിൽ ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അടുത്ത് അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന്. അപ്പോൾ നമുക്ക് സാധനം നമ്മളെ കൈ കിട്ടിയിട്ടില്ല. ശനിയാഴ്ചയാണ് കിട്ടേണ്ടിയിരുന്നത്. നമ്മൾ ഓർഡർ ചെയ്ത് 4-ാം ദിവസമാണ് അത് സംഭവം നമ്മളെ കൈ കിട്ടുക. പക്ഷേ നമ്മളെ നമ്പർ അവരവിടെ കൊടുത്തതെങ്ങാണ്ട് വേറെ മാറിപ്പോയി, വേറെ മലപ്പുറത്തോട്ടെങ്ങാണ്ട് കോള് പോയി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പോസ്റ്റ്മാനെ വിളിച്ച്, അവരാദ്യം വിളിച്ച് സാധനം എന്താ കിട്ടാത്ത കസ്റ്റമേഴ്സ് വെയിറ്റിംഗ് ആണ്. കുറച്ച് പേര് ഓർഡർ ചെയ്തിട്ടുണ്ടായി. അവർ ചോദിക്കുന്നുണ്ട് എന്ത് ഇത്രയും വൈകുന്നെങ്കിൽ ഇപ്പോൾ അല്ലേ ഉടായ്പാണെന്നൊക്കെ അവർക്ക് പേടിയുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അവരടുത്ത് പറഞ്ഞു എനിക്ക് ആ സാധനം ചെയ്തിട്ടുണ്ട്, ഞാൻ വിളിച്ച് നോക്കട്ടെ എന്തെങ്കിലും ഡിലേ വന്നിട്ടുണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഞാൻ അവരെ വിളിച്ച് അവർ പറഞ്ഞു പോസ്റ്റ് ഓഫീസായിട്ട് ബന്ധപ്പെടാൻ പറഞ്ഞു. അങ്ങനെ പോസ്റ്റ്മാനെ വിളിച്ച് കഴിഞ്ഞപ്പോഴാണ് അഡ്രസ്സ് സെയിം ആണ്, പക്ഷേ നമ്പർ മാറിപ്പോയി എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എന്നെ ഈ നമ്പറിൽ വിളിച്ചാൽ മതി, നമുക്ക് ഇന്നാണ് ആ സാധനം കിട്ടുന്നത്, ഇന്നെങ്കിൽ ഇന്ന് ഞാൻ വീഡിയോ ഇടാം, അല്ലെങ്കിൽ നാളെ ഞാൻ ഇടാം കേട്ടോ. പിന്നെ ഇടയ്ക്ക് ചക്കക്കുരുവും ചീരന്തലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ചക്കക്കുരു കിളുന്ത് ചക്കക്കുരു കേട്ടോ, തോരൻ വെക്കാനായിട്ടാണ്. എനിക്കറിയത്തില്ല വെക്കാനായിട്ട്, അത് ഉമ്മ വന്നിട്ട് വെച്ചോളും. അപ്പം ഞാൻ ചീരന്തലൊക്കെ അരിഞ്ഞ് വെച്ച് തേങ്ങയും കൂടെ ചതച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുക്കളപ്പണി തീർന്നു കേട്ടോ. അപ്പോൾ അതേ ഇങ്ങനെയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. നിങ്ങളൊന്ന് കാണിച്ചാട്ടോ. പഞ്ചസാര പാത്രം, അതിൻ്റെ മണ്ടയിൽ വേറൊരു പാത്രം, അതിൻ്റെ മുകളിൽ സവോളയോ അല്ലെങ്കിൽ കിഴങ്ങ്, സവോള ഞാൻ ഇടാൻ മറന്നുകൊണ്ട് ഇപ്പോൾ ഞാൻ കിഴങ്ങ് ഞാൻ ഇട്ട് 2 ദിവസമായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ അങ്ങനെയാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. അത് വെറുതെ നിങ്ങളൊന്ന് ഞാൻ കാണിച്ചതാണ് കേട്ടോ. അപ്പോൾ അതേ തേങ്ങയും ചിരണ്ടിയിട്ടുണ്ട്. അപ്പോൾ മുളക് ഇട്ടിട്ട് അതും ചതച്ച് വെച്ച് കഴിഞ്ഞാൽ
നമ്മൾ അടുക്കള പണി തീർന്നിട്ടുണ്ട്. അപ്പോൾ കഞ്ഞിക്ക് ഞാൻ വെള്ളം ഇറക്കിയിട്ടാണ് ഞാൻ കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഏറെക്കുറെ ചൂടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അരിയും കൂടെ ഇട്ടു. നമ്മൾ അടുക്കള കലാപരിപാടി തീർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇടയിൽ പറയാൻ വന്നുപോയി, പുതിയ കൂട്ടുകാരും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുന്ന ഒരുപാട് വീഡിയോസ് ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. നമ്മൾ ഷോർട്സൊക്കെ കണ്ട് സപ്പോർട്ട് ഒരുപാട് പേര് കണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കുറേ പേര് നമ്മൾ ഫാമിലിയിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഞാൻ ഇടുന്ന ലോങ് വീഡിയോസും കൂടെ നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നല്ലൊരു വീട്ടിൽ പിന്നെ കാണാം. ബൈ. അസ്സലാമു അലൈക്കും. ടാറ്റാ.